തോളറ്റം കഴിഞ്ഞ് താഴേക്ക് നീളുന്ന അലസമായ തലമുടി, കാറ്റുപോലെ ലോലമായ ശരീരം, പകിട്ടും തിളക്കവുമില്ലാത്ത സാധാരണ വേഷം, അലിവോടെയുള്ള നോട്ടം, മുഖത്ത് സദാ തങ്ങി നിൽക്കുന്ന സൗഹൃദ ഭാവം. പന്ന്യൻ രവീന്ദ്രനെ ഏത് ആൾക്കൂട്ടത്തിലും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാവും. ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിക്കുകയല്ല, ജീവിക്കുക തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് നന്മ ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത അത്യപൂർവ ജനുസിൽപ്പെട്ട വ്യക്തി, എല്ലാവരുടെയും രവിയേട്ടൻ. ലോലനായ ഈ മനുഷ്യനുമേൽ വലിയ ഭാരമേൽപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPI പന്ന്യനെ തിരുവനന്തപുരത്ത് മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. 2009 കൈവിട്ടുപോയ മണ്ഡലം 15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കുക എന്ന ഭഗീരഥ യത്നമാണ് പന്ന്യന് നിർവഹിക്കാനുള്ളത്. തിരുവനന്തപുരം സീറ്റ് വീണ്ടെടുക്കുക എന്നത് CPIക്ക് മാത്രമല്ല, ഇടതുമുന്നണിക്കും പ്രസ്റ്റീജ് പ്രശ്നം തന്നെയാണ്. 2005 പന്ന്യനാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ ജയിച്ച CPI സ്ഥാനാർത്ഥി. അതേ പന്ന്യനെ കൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കാനാവുമോ എന്നാണ് പാർട്ടി 15 വർഷത്തിന് ശേഷം നോക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും പന്ന്യൻ സുപരിചിതനാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് കൂടുതലായി പന്ന്യനെ അറിയാം. കാരണം ഇവിടുത്തെ പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. പാർട്ടി വേലിക്കെട്ടുകൾക്കപ്പുറം പൊതുജീവിതത്തെ ബാധിക്കുന്ന ഏതു കാര്യത്തിലും പന്ന്യൻ്റെ സാന്നിധ്യമുണ്ടാവും. വൈകുന്നേരങ്ങളിൽ സ്റ്റാച്യുവിലൂടെ സാധാരണക്കാരോട് കുശലം പറഞ്ഞ് നടന്നു പോകുന്ന പന്ന്യനെ കാണാം. തിരുവനന്തപുരത്ത് ഒരു ആഘോഷമുണ്ടായാലും അത്യാഹിതമുണ്ടായാലും പന്ന്യനെ അവിടെ കാണാം. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കാൻ പന്ന്യൻ റെഡി. 1979 മുതൽ പാർട്ടി പ്രവർത്തനങ്ങളുമായി തിരുവനന്തപുരത്തുള്ള പന്ന്യൻ 1986 മുതൽ സ്ഥിരതാമസം ഇവിടെയാണെന്ന് തന്നെ പറയണം. തലസ്ഥാനത്തെ പാർട്ടി ആസ്ഥാന ഓഫീസിലായിരുന്നു പന്ന്യൻ്റെ താമസം. CPI ആസ്ഥാന മന്ദിരം പുതുക്കിപ്പണിയുന്നതിനാൽ ജോയിന്റ് കൗൺസിലിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഉറക്കം മാറ്റി. രാത്രി തങ്ങുന്ന ജോയിന്റ് കൗൺസിലിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് റോഡ് മുറിച്ച് കടന്നാൽ ചായക്കടയായി. അവിടെ നിന്നാണ് രാവിലത്തെ ഭക്ഷണം. രാവിലെ ഒരു കഷ്ണം പുട്ടും ഒരു കട്ടനും കഴിച്ച് പ്രചാരണത്തിലേക്ക് ഇറങ്ങും പന്ന്യൻ. ഭക്ഷണം ആവശ്യത്തിന് മാത്രം മതിയെന്നതാണ് പന്ന്യൻ്റെ പക്ഷം. ഈയിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പന്ന്യന് നേരെ ഒരു ചോദ്യം വന്നു. ഒരു വീട് വാടകയ്ക്ക് എടുത്തു എന്തുകൊണ്ട് കുടുംബത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നില്ല? തിരുവനന്തപുരത്ത് ഒരു വീടെടുത്താൽ വാടക കൊടുക്കാൻ പൊതുപ്രവർത്തകൻ എവിടെയാ പണം എന്നായിരുന്നു പന്ന്യൻ്റെ തിരിച്ചുള്ള ചോദ്യം. അതാണ് പന്ന്യൻ. കണ്ണൂർ ജില്ലയിലെ കക്കാട്ട് സാധാരണ കുടുംബമായ പന്ന്യൻ വീട്ടിൽ രാമൻ്റെയും യശോദയുടെയും മകനായി 1945 പന്ന്യൻ ജനിച്ചത്. കക്കാട് കോർജാൻ UP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുമ്പോൾ തന്നെ ബീഡി തീർപ്പ് തൊഴിലിൽ ഏർപ്പെട്ടു. 15ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. കക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയുമായിരുന്നു പന്ന്യൻ. ബാങ്ക് ദേശസാൽക്കരണം ആവശ്യപ്പെട്ട് CPI നടത്തിയ ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് 1965 കാലഘട്ടത്തിൽ 2 ആഴ്ചക്കാലം ജയിൽവാസം അനുഭവിക്കുമ്പോൾ പന്ന്യന് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന KP ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് ജയിൽവാസം അനുഭവിച്ചത്. ചരിത്രത്തിൽ ഇടം നേടിയ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ സമരം നടക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ AIYF സംസ്ഥാന പ്രസിഡന്റായിരുന്നു.
ആദ്യ ജില്ലാ കൗൺസിലിലേക്ക് 1989 നടന്ന തിരഞ്ഞെടുപ്പിൽ അഴീക്കോട് ഡിവിഷനിൽ നിന്നും ജയിച്ച പന്ന്യൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. 1979 മുതൽ 82 വരെ AIYFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 1982 പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമായി. 1996 മുതൽ 9 വർഷക്കാലം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്നു. 2005 നവംബറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിനകത്തും പുറത്തുമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. 2005 ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2012 മുതൽ 2015 വരെ CPI സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാനുമായിരുന്നു ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. വലിയ ഫുട്ബോൾ പ്രേമിയാണ് പന്ന്യൻ. ചെറുതിലെ നല്ല കളിക്കാരനുമായിരുന്നു. ഫുട്ബോളിനെ കുറിച്ച് പുസ്തകവും എഴുതിയിട്ടുണ്ട്. ലോകകപ്പ് ചരിത്രത്തിലൂടെ എന്ന പുസ്തകം, ചരിത്രമെഴുതി ചരിത്രമായവർ എന്നത് മറ്റൊരു പുസ്തകം, PN പണിക്കർ ഫൗണ്ടേഷൻ, തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. ഭാര്യ രത്നവല്ലി, മക്കൾ രാകേഷ്, രൂപേഷ്, രതീഷ്. ഏറെ രാഷ്ട്രീയ പ്രത്യേകതകൾ ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളം രൂപീകൃതമാകുന്നതിന് മുൻപേയുള്ള 1952 ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താൽ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ച ചരിത്രം അനന്തപുരിയുടെ പ്രത്യേകതയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ലോക്സഭാ MPയെ സംഭാവന ചെയ്തതും തിരുവനന്തപുരമാണ്. 1952 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആനി മസ്ക്രീനാണ് ഈ നേട്ടം ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. പാറശാല, കോവളം, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വെഞ്ഞാറുമൂട് തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നു. പഞ്ചായത്ത്, നഗരസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് പൊതുവെ മേൽക്കൈയുള്ള പ്രദേശമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയും വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും CPMനാണ്. എന്നാൽ കഴിഞ്ഞ 10 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 8 തവണയും വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ 3 തവണയായി ശശി തരൂർ വഴി തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് അഥവാ UDF നിലനിർത്തുന്നു. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ 3 തവണ മാത്രമാണ് CPIക്ക് ഇവിടെ ജയിക്കാനായത്. 1971 MN ഗോവിന്ദൻ നായരും 1996 KV സുരേന്ദ്രനാഥും 2004 PKVയും ഇവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തി. PKVയുടെ മരണത്തെ തുടർന്ന് 2005 ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ വിജയിച്ചു. പക്ഷേ അന്ന് കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ച K കരുണാകരൻ്റെ പിന്തുണ പന്ന്യന് ലഭിച്ചിരുന്നു. രാജ്യത്തെ 7 ഐസറുകളിൽ ഒന്ന്, തിരുവനന്തപുരത്ത് രാജ്യത്തെ ഏക IIST, തിരുവനന്തപുരം എയർപോർട്ട് 2ാം ടെർമിനൽ, കൊച്ചുവേളിയിൽ റെയിൽവേ ടെർമിനൽ, മെഡിക്കൽ കോളേജിൽ 200 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ബ്രഹ്മോസ് എയറോസ്പേസ് തുടങ്ങിയവ നേടിയെടുക്കാൻ പന്ന്യന് ഭാഷ ഒരു പ്രശ്നമേ ആയില്ല. 15 വർഷമായി ഒരു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷുകാരൻ പാർലമെന്റിൽ ഭാഷാ പ്രാവീണ്യം കാണിച്ച് എന്തെങ്കിലും നേടിയോ? പാർലമെന്റ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാനുള്ള മത്സരവേദിയാണോ? ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത മുൻ MPയോ
ഒരു സുപ്രഭാതത്തിൽ അവതാരം കൊണ്ട രാജീവ് ചന്ദ്രശേഖരനോ 40-ലേറെ വർഷമായി തിരുവനന്തപുരത്തുകാരുമായി ഹൃദയബന്ധം പുലർത്തുന്ന പന്ന്യനോ ആരാവണം തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സമയമാണിത്. ഇത്തവണ വീണ്ടും പന്ന്യൻ രംഗത്തിറങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരത്തിൻ്റെ ചൂട് വല്ലാതെ കൂടി. പന്ന്യൻ എന്ന വ്യക്തിയുടെ ലാളിത്യവും മനുഷ്യസ്നേഹവും തെരഞ്ഞെടുപ്പ് ചൂടിൽ കുളിർകാറ്റായി വീശുന്നു. ശക്തമായ അടിയൊഴുക്കുകൾ ഫലം നിർണയിക്കുന്ന തിരുവനന്തപുരത്ത് എന്താവും സംഭവിക്കുകയെന്ന് കാത്തിരുന്നു കാണാം.